നമസ്കാരം. വിഖ്യാത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, ലേ മിറാബലെ എന്ന നോവൽ, അതിന്റെ മലയാള പരിഭാഷ വായിച്ചതും അകത്തെക്കുറിച്ചുള്ള പാഠഭാഗം പഠിച്ചതുമൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇനി മുതൽ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകില്ല. ഇനി പണക്കാർ മാത്രം, ഇടത്തരക്കാരും കാണില്ല, എല്ലാവരും പണക്കാരാണ്. ഇവിടെ മൂന്നാം തവണയും LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം തകരും, അവർ പ്രതിപക്ഷത്തിരിക്കണം എന്ന് ഒരു മഹാകവി, പാബ്ലോ നെരൂദയെക്കാളും എലിയറ്റിനേക്കാളും വേർഡ്സ്വർത്തിനേക്കാളും കാളിദാസനേക്കാളും വ്യാസനേക്കാളും ഒക്കെ വലിയ ഒരു മഹാകവിയുണ്ട്, K. സച്ചിദാനന്ദൻ. ശ്രീകുമാരൻ തമ്പിക്ക് കവിത എഴുതാൻ അറിയില്ല എന്ന രീതിയിൽ സംസാരിച്ച, ശ്രീകുമാരൻ തമ്പിയുടെ കവിതയെ നിഷേധിച്ച ആ മഹാകവി ഡൽഹിയിൽ കിടന്ന UPA സർക്കാരിന്റെ കാലത്ത് താളം തുള്ളുകയായിരുന്നു. NDA സർക്കാർ വന്നതോടെ ഡൽഹിയിലെ പൊറുതി അവസാനിപ്പിച്ച് കേരളത്തിൽ വന്ന് അക്കാഡമി അധ്യക്ഷനൊക്കെ ആയിട്ട് ഇപ്പം ഇടതുപക്ഷത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അടവൊന്ന് മാറ്റിയത്. അതുപോലെ തന്നെ സാറാ ജോസഫ് എന്ന എഴുത്തുകാരി, ടീച്ചർ അയമ്മ നേരത്തെ ആം ആദ്മി പാർട്ടിയിലായിരുന്നു, ഇപ്പൊ ഏത് പാർട്ടിയിലാണെന്ന് അറിയില്ല. എന്തായാലും മൂന്നാം തവണയും LDF സർക്കാർ വരരുത് എന്നാണ് അയമ്മയും പറയുന്നത്. അപ്പൊ ഇവർക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം മഹാനായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നൽകിയത്. പാവങ്ങൾ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകില്ല. അതുപോലെ തന്നെ അത് കവിയുടെ ഭാവനയിൽ, കവികളുടെ എഴുത്തുകാരുടെ ഭാവനയിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും സച്ചിദാനന്ദൻ. എന്തായാലും എല്ലാവരും മൂന്നാം LDF സർക്കാരിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് തട്ടിവിട്ടത്. അപ്പം അതിനൊക്കെ വരുന്ന ചില മറുപടികൾ, പാവങ്ങൾ ഉണ്ടാകില്ല, ഈ പാവങ്ങളെയൊക്കെ പണക്കാരാക്കി മാറ്റി എന്ന് സർക്കുലർ ഇറക്കും. ജിയോ ഗവൺമെന്റ് ഓർഡറും സർക്കുലറും ഒക്കെ ഇറക്കും. അപ്പൊ പിന്നെ പാവങ്ങൾ എന്ന പദമില്ല, പണക്കാർ എന്ന പദമേ ഉള്ളൂ. ഇവിടെ മന്ത്രിമാരെ ബഹു ചേർത്തേ എന്ത് കാര്യവും ഇറക്കാവൂ, വിളിക്കാവൂ എന്ന് സർക്കുലർ ഇറക്കിയ സംവിധാനമാണ്, സർക്കാരാണ്. അപ്പൊ പിന്നെ പാവങ്ങളെ പണക്കാരാക്കി മാറ്റാൻ വലിയ പാടൊന്നുമില്ല. 4 വരി സർക്കുലർ എഴുതി അയച്ചാൽ മതി. ഇനി മുതൽ സംസ്ഥാനത്ത് പാവങ്ങൾ എന്ന പ്രയോഗമില്ല, മലയാള ഭാഷ ആ രീതിയിൽ ഉപയോഗിക്കരുത്. അതിന് പകരം പാവങ്ങളെയൊക്കെ തന്നെ സാധാരണക്കാരെ, അല്ലെങ്കിൽ കൂലിവേലക്കാരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, സാധാരണ ജനങ്ങളെ, ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്നവരെ, വസ്ത്രമില്ലാത്തവരെ, രോഗികളെ, പിന്നാക്കക്കാരെ, എല്ലാവരെയും ഇനി മുതൽ പണക്കാർ എന്ന് വിളിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ ഇറക്കിയാൽ ആ പ്രശ്നം തീർന്നു. എന്നിട്ട് ചോദിക്കാം, പാവങ്ങളില്ലെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്, അപ്പൊ പണക്കാർ മാത്രമല്ലേ ഉള്ളൂ, പാവങ്ങളുണ്ടോ? ഇല്ലല്ലോ, പാവങ്ങളെയൊക്കെ മാറ്റിയില്ലേ പണക്കാരാക്കി. പണ്ടുകാലത്ത് ഈ ചില തസ്തികകളുണ്ട്, ആ തസ്തികകളുടെ പേര് കേൾക്കുമ്പോൾ അല്പം മോശം തോന്നും, അതിനെയൊക്കെ മാറ്റിയെടുക്കും. R. ബാലകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ പണ്ട് ഓവർസിയർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയായിരുന്നപ്പോൾ. അപ്പം ഈ ഓവർസിയർ മാറ്റി ആ ഓവർസിയറിന്റെ പേര് സബ് എഞ്ചിനീയർ എന്നാക്കി. പണി ഒന്ന് തന്നെ, തസ്തിക ഒന്ന് തന്നെ, ശമ്പള ഗ്രേഡ് ഒന്ന് തന്നെ, പക്ഷെ തസ്തികയുടെ പേര് മാറി. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ PC എന്നുള്ളത് മാറ്റി ഇപ്പൊ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ്. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, പ്രിസൻസിലാണെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നൊക്കെയാണ്. ഓഫീസർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ വരും. അതുപോലെ ഈ പാവങ്ങളെയൊക്കെ മാറ്റി പണക്കാർ, ധനാഢ്യർ, കോടീശ്വരന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനസ്സുഖം വരുന്നത്. അതുകൂടി ഇവിടെ പ്രാവർത്തികമാക്കണം എന്ന ഒരു എളിയ അപേക്ഷയുണ്ട്. എങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ടവർ പണക്കാരായി മാറുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി മാഷും CPM-ഉം ഇടതുപക്ഷവും മനസ്സിലാക്കണം. സച്ചിദാനന്ദ മാഷിന് എന്ത് പറ്റി എന്നറിയില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പദവിയിലൊക്കെ തന്നെ തുടർന്ന് ഇരിക്കാനും, അതുപോലെ എന്തെങ്കിലുമൊക്കെ അവാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണോ, അതോ ഇനിയിപ്പോൾ ഇവർ ഒരിക്കലും ഇടതുപക്ഷം വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണോ, ആഗ്രഹത്തിലാണോ ഇത് പറഞ്ഞത് എന്നുള്ള കാര്യവും നമുക്കറിയില്ല. സാറ ടീച്ചറുടെ കാര്യവും അങ്ങനെ തന്നെ. കാര്യങ്ങൾ നടക്കട്ടെ. VD സതീശൻ പറഞ്ഞതുപോലെ 110 മൈൽ സ്പീഡിൽ ഇടതുപക്ഷം ഓടും എന്ന് പറഞ്ഞു. അതാരാണ് ഓടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം എന്തായാലും. അപ്പൊ പാവങ്ങളൊക്കെ ഇനി പണക്കാരാണ്. ആരെയും പാവം എന്ന് വിളിക്കരുത്, അയ്യോ ആ പണക്കാരൻ എന്നേ പറയാവൂ. ഒരു പാവപ്പെട്ട ഒരുത്തനെ കാണുകയാണെങ്കിൽ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുത്തനെ കാണുകയാണെങ്കിൽ, അയ്യോ ആ പാവപ്പെട്ടവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് നിങ്ങളാരും, പ്രേക്ഷകരാരും പറയരുത്. ആ പണക്കാരന് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കണം, ഊണ് വാങ്ങിക്കൊടുക്കണം എന്നോ മറ്റോ പറയാവൂ. അയാൾക്ക് മരുന്ന് വാങ്ങാൻ, അയാൾ പണക്കാരനാണ്, അയാൾക്ക് മരുന്ന് വാങ്ങാൻ ഒരു 50 രൂപ കൊടുക്കണം എന്നൊക്കെ പറയാവൂ. അങ്ങനെയും ഇനി സർക്കുലർ വന്നേക്കാം. വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഇവിടെ പാവങ്ങളില്ല. പാവങ്ങളാകെയുള്ളത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിന്റെ മലയാള പരിഭാഷ ലൈബ്രറികളിലും ചില വീടുകളിലും ഒക്കെ തന്നെ കാണാം. അത് എല്ലാവർക്കും വായിക്കാം. അതിൽ പാവങ്ങളുണ്ട്. ഇനി വിക്ടർ ഹ്യൂഗോയുടെ പുസ്തകത്തിന്റെ പേര് പാവങ്ങൾ എന്ന് മാറ്റി പണക്കാർ എന്നാക്കുമോ എന്നും നമുക്കറിയില്ല.